ഡിഗ്രി കംപ്ലീറ്റ് ആയ സ്റ്റുഡൻസിനും നിലവിൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അതായത് 2019 ബാച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2021 MBA അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്ക് താഴെ പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു MBA കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് എഴുതൽ നിർബന്ധമാണോ എന്നുള്ളത്. അതുപോലെ ക്യാറ്റ് എഴുതാത്തതിൻ്റെ പേരിൽ ഈ വർഷം MBAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ എന്താണ് ക്യാറ്റ് എഴുതിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ക്യാറ്റ് ഈ വർഷം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ക്യാറ്റ് എക്സാം എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. പൊതുവെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പലരും ധരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെയാണ് നിങ്ങൾ ക്യാറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. സയൻസ് ഫീൽഡിൽ വരുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ ധാരാളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. NIT, IIT, IISER, എയിംസ് തുടങ്ങിയ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ മാനേജ്മെന്റ് തലങ്ങളിലെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇന്ത്യയിൽ തന്നെ 20 IIMകളാണ് വരുന്നത്. ഈ IIMൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ക്യാറ്റ് അഥവാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. എന്നാൽ IIMലേക്ക് മാത്രമുള്ള ഒരു എൻട്രൻസ് അല്ല ക്യാറ്റ് എന്ന് പറയുന്നത്. IIMസുകളല്ലാത്ത ഒരുപാട് നോൺ IIM ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് MBA കോഴ്സുകൾക്ക് വേണ്ടി അഡ്മിഷൻ നൽകുന്നതിന് ഈ ഒരു ക്യാറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട്. ക്യാറ്റ് എന്ന എക്സാം നടക്കുന്നത് ഓരോ വർഷവും നവംബർ മാസത്തിലായിരിക്കും. എന്നാൽ ബാക്കിയുള്ള എൻട്രൻസിനെ പോലെയല്ല ക്യാറ്റ് വരുന്നത്. നിങ്ങൾ ഈ വർഷം ക്യാറ്റ് എഴുതിയാൽ അതിൻ്റെ മാർക്ക് ബേസിൽ അടുത്ത വർഷമായിരിക്കും MBAക്ക് അഡ്മിഷൻ നൽകുന്നത്. അതിനാൽ തന്നെ 2021 നിങ്ങൾ ക്യാറ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്കോർ നിങ്ങൾക്ക് 2022 MBA അഡ്മിഷന് വേണ്ടിയിട്ടാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ 2020 ക്യാറ്റ് എഴുതിയ ആളുകൾക്ക് മാത്രമാണ് 2021 MBA കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ക്യാറ്റിൻ്റെ ബേസിൽ മാത്രമല്ല MBA കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നത്. CMAT, അതേപോലെ സ്നാപ്പ്. എന്നാൽ MBA പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് മാത്രമാണ് ഒരു എൻട്രൻസ് എക്സാം എന്നല്ല പറഞ്ഞു വരുന്നത്. ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള MBA എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്യാറ്റിനെ പോലെ തന്നെ MBA കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് CMAT കോമൺ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്നാപ്പ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി കണ്ടറിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസും നടക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് മുംബൈയിലെ സേവിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള സാക്ട് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ബേസിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBA ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് CAMAT കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എഴുതിയാൽ മതി. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. എന്നാൽ ക്യാറ്റ് എഴുതുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാവിധ ഒരു 99% കോളേജുകളിലും MBA അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മാർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ക്യാറ്റാണ് ഇവിടെ ടോപ്പ് ലെവലിൽ വരുന്നത്. ക്യാറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു 99% കോളേജുകളിലും MBA പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 2022 MBA അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ക്യാറ്റ് എഴുതാൻ പറ്റുന്നത് ഈ വർഷം നവംബറിലാണ് വരുന്നത്. അതിനാൽ തന്നെ ഈ വർഷം നവംബറിൽ നിങ്ങൾ ക്യാറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത വർഷം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBA പഠിക്കണം എന്നുള്ള താല്പര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്യാറ്റ് എഴുതാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവിടെ അവസരം നഷ്ടപ്പെടുകയാണ്. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ CMATും CAMAT ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ചില പുറത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ക്യാറ്റിൻ്റെ ബേസിലാണ്, അതുപോലെ JNUവിൽ ക്യാറ്റിൻ്റെ ബേസിലാണ്. അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ക്യാറ്റ് മാത്രമാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ക്യാറ്റാണ് ഏറ്റവും മുഖ്യമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ അടുത്ത വർഷമാണ് ക്യാറ്റ് എഴുതുന്നത് എങ്കിൽ 2023 അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ക്യാറ്റ് എഴുതാത്തതിൻ്റെ പേരിൽ ഈ വർഷം 2021 പല ആളുകൾക്കും അവരുടെ ഡ്രീം യൂണിവേഴ്സിറ്റികളിൽ MBA ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അടുത്ത വർഷം MBA കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും ഈ വർഷം നവംബറിൽ തന്നെ ക്യാറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. പലരുടെയും ഒരു ധാരണയാണ് ക്യാറ്റ് എഴുതിയാൽ MBA കോഴ്സിന് മാത്രമാണ് അഡ്മിഷൻ വരുന്നത് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. പല 1 വർഷത്തിൻ്റെയും 2 വർഷത്തിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും പല യൂണിവേഴ്സിറ്റികളും ക്യാറ്റിൻ്റെ സ്കോറാണ് പരിഗണിക്കുന്നത്. MBA ആയാലും MBA എക്സിക്യൂട്ടീവ് ആയാലും MBA ഈവനിംഗ് പ്രോഗ്രാം ആയാലൊക്കെ തന്നെ ക്യാറ്റിൻ്റെ ബേസിലാണ് കൂടുതൽ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ നൽകുന്നത്. അതേപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 20 IIMലേക്കുള്ള MBA അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമല്ല ക്യാറ്റിൻ്റെ മാർക്ക് പരിഗണിക്കുന്നത്. ഒരുപാട് നോൺ IIMസിലെ MBAക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 5.5 ലക്ഷത്തോളം MBA സീറ്റുകളാണ് വിവിധ യൂണിവേഴ്സിറ്റികളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏകദേശം 5100ഓളം സീറ്റുകളാണ് ക്യാറ്റിൻ്റെ ബേസിൽ IIMസിൽ അഡ്മിഷൻ നൽകുന്നത്. ബാക്കിയുള്ള എല്ലാ സീറ്റുകളും നിങ്ങൾക്ക് നോൺ IIMസിലാണ് വരുന്നത്. എന്നാൽ മാക്സിമം പോയാൽ 3 ലക്ഷം സ്റ്റുഡൻസ് മാത്രമാണ് ക്യാറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിൽ എക്സാം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്.
അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5.5 ലക്ഷത്തോളം സീറ്റുകൾക്ക് 2.5 ലക്ഷത്തോളം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാറ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു കോളേജിൽ ചുരുങ്ങിയൊരു മാർക്ക് ക്യാറ്റിൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിലും MBA വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ NIT, IIT തുടങ്ങിയ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും MBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. അവിടെയൊക്കെ അഡ്മിഷൻ നൽകുന്നത് ക്യാറ്റിന്റെ ബേസിലായിരിക്കും. ക്യാറ്റിന്റെ മാർക്ക് പരിഗണിക്കുന്ന IIMകളല്ലാത്ത പ്രീമിയർ ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഇനി നമുക്ക് ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് 2021 കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ക്യാറ്റിൻ്റെ എക്സാം വരുന്നത് നവംബർ 28 ഞായറാഴ്ചയാണ്. ഓഗസ്റ്റ് 4 മുതലാണ് ക്യാറ്റിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒക്ടോബർ 27 എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ജനുവരി 2nd വീക്കിലായിരിക്കും. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻ ഫീ നോക്കുമ്പോൾ SC, ST, PWD പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് 1100 രൂപയാണ് വരുന്നത്. എന്നാൽ ബാക്കിയുള്ള ജനറൽ സ്റ്റുഡൻസിന് 2200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. www.imcat.ac.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്യാറ്റ് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം 2020 പോലെ തന്നെ അതേ ഒരു സെയിം പാറ്റേൺ ആണ് 2021 ക്യാറ്റിനും വരുന്നത്. പൊതുവെ അതിനു മുമ്പ് 2019, 2018 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് 76 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്യാറ്റിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സിലബസ് ക്യാറ്റിന് വേണ്ടിയിട്ട് IIMs ഡിഫൈൻ ചെയ്യുന്നില്ല. എന്നാൽ പൊതുവെ അതിന് 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമതായിട്ട് VARC വെർബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, രണ്ടാമതായിട്ട് DILR ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, മൂന്നാമതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. അങ്ങനെ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോന്നിലും ആദ്യത്തേൽ വരുന്ന VARCൽ 26 ക്വസ്റ്റ്യൻസും, അതേപോലെ രണ്ടാമത്തെ DILRൽ 24 ക്വസ്റ്റ്യൻസും, മൂന്നാമതായിട്ടുള്ള ക്വാണ്ടിൽ 26 ക്വസ്റ്റ്യൻസും, അങ്ങനെ മൊത്തം 76 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ഉത്തരത്തിന് 3 മാർക്ക് വീതം ഉണ്ടായിരിക്കുന്നതാണ്. ഉത്തരം തെറ്റാണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. 1 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. എന്നാൽ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ വേറെ ഡിഡക്ഷൻ വരുന്നില്ല. 2019 വരെ 100 ക്വസ്റ്റ്യൻസ് 300 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2020ഉം 2021 സെയിം ആണ്. 76 ചോദ്യങ്ങൾ 228 മൊത്തം മാർക്ക് വരുന്നത്. VARC, DILR, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അങ്ങനെ 3 സെഷനും 40 മിനിറ്റ് വീതമാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. അങ്ങനെ മൊത്തം 120 മിനിറ്റ് 2 മണിക്കൂറായിരിക്കും വരുന്നത്. അതേപോലെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. MCQ ക്വസ്റ്റ്യൻസിനായിരിക്കും നെഗറ്റീവ് മാർക്ക് വരുന്നത്. നോൺ MCQ ക്വസ്റ്റ്യൻസും ഉണ്ടാകും, അതിന് നെഗറ്റീവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 5100 സീറ്റുകളാണ് IIMകളിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സീറ്റിന്റെ റിസർവേഷൻ വരുന്നത് എന്ന് കൂടെ നോക്കാം. NC OBCക്ക് 27%, SC വിഭാഗത്തിലെ സ്റ്റുഡൻസിന് 15%, STക്ക് 7.5%, എക്കണോമിക്കലി വീക്കൻ സ്റ്റുഡൻസ് ആണെങ്കിൽ 10%, അതേപോലെ PWD പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 5%. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സീറ്റ് റിസർവേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലെ സ്റ്റുഡൻസ് ആണെങ്കിലും NC OBC ആണെങ്കിലും SC ആണെങ്കിലും ST ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും അത് പ്രൂവ് ചെയ്യുന്ന ചില ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടതാണ്. ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ടാണ് ക്യാറ്റിൻ്റെ സ്കോറുകൾ കണക്കാക്കുന്നത്. പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റൈൽ. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് 90% മാർക്ക് ക്യാറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാം എഴുതിയ 90% ആളുകളും അവൻ്റെ പിന്നിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 90% മാർക്ക് ലഭിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാലും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അഡ്മിഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പൊതുവെ വരുന്ന ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള IIMകളാണ് IIM ABC അഥവാ അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൊൽക്കത്ത. എല്ലാ വർഷവും ഈ 3 ക്യാമ്പസുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്ക് ലിസ്റ്റിൽ 1st, 2nd, 3rd വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ 98% മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയുടെ ക്യാറ്റിൻ്റെ സ്കോർ വരുന്നത് 100, 101, 102 ആ ഒരു റേഞ്ചിലാണ്. അതുപോലെ തന്നെ ഏകദേശം 65 മാർക്കൊക്കെ കാറ്റിൽ സ്കോർ ചെയ്ത ആളുകൾക്ക് 90 എബോവ് വരുന്നുണ്ട്. അതിനാൽ തന്നെ 228-ൽ 65 മാർക്ക് കിട്ടിയ ആളുകൾക്കാണ് 90% ഉള്ളത് എങ്കിൽ നമുക്കൊരു 50 മാർക്കൊക്കെ നേടാൻ പറ്റുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ MBA സീറ്റ് ലഭിക്കുന്നതുമാണ്. ക്യാറ്റിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഇന്ത്യയിൽ 158 സിറ്റികളിൽ അവൈലബിൾ ആണ്. അതിൽ കേരളത്തിൽ വെറും 7 സ്ഥലങ്ങളിലാണ് വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഇവിടെയാണ് അതിൻ്റെ എക്സാം സെൻറ്ററുകൾ വരുന്നത്. ഓൺലൈൻ മുഖേന അപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 സെൻറ്ററുകൾ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് ക്യാറ്റിൻ്റെ എലിജിബിലിറ്റി എന്ന് നോക്കാം. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് BBA കഴിഞ്ഞ ആളുകൾക്കാണ് MBA പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ MBA എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. എനി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയ ആളുകൾക്കും MBAക്ക് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ നിലവിൽ അവസാന വർഷ ഡിഗ്രി സ്റ്റുഡൻസിനും കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, CS തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിനും ക്യാറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും ഇതിന് വരുന്നില്ല. എത്ര വയസ്സുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല പൊതുവെ IIMകളിലൊക്കെ പഠിക്കുന്ന കൂടുതൽ ആളുകളും BTech കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളാണ്. സാധാരണ രീതിയിൽ BBA കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ BCom കംപ്ലീറ്റ് ആയിട്ടുള്ള
ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ തന്നെ ബികോമാർക്കാണ് BBAക്കാർക്കാണ് ഇതിന്റെ സാധ്യത എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ചില ആളുകൾ പറയുന്നുണ്ട് കാറ്റൊക്കെ അറ്റൻഡ് ചെയ്ത് അതിന്റെ സ്കോറൊക്കെ വെച്ചിട്ട് IML ഒക്കെ കിട്ടുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ IML ഒക്കെ ടു എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. എന്നാൽ ഈ ഒരു കാറ്റിന്റെ ബേസിൽ തന്നെയാണ് FMS ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജിലെ MBA കോഴ്സിനും അഡ്മിഷൻ നൽകുന്നത്. 15, 20, 30 ലക്ഷം കൊടുത്തിട്ട് IIMകളിൽ നിന്ന് MBA പാസ് ഔട്ട് ആകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അതേ ഒരു സാലറി പാക്കേജോട് കൂടെ അതേ ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോട് കൂടെ മാക്സിമം പോയാൽ 3 ലക്ഷം രൂപയോടെ നിങ്ങൾക്ക് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് MBA പാസ് ഔട്ട് ആക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ MBAക്ക് ഫീസ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഇഗ്നോർ ചെയ്യാതെ ഏറ്റവും ഫീസ് കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടുപിടിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് IIMകളിലായാലും ബാക്കിയുള്ള പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും MBAയുടെ അഡ്മിഷൻ ഈ ഒരു CAT എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസിൻ്റെ ബേസിൽ മാത്രമല്ല ഒരുപാട് ടെസ്റ്റുകൾ കടന്നിട്ടാണ് നിങ്ങൾ അവിടെ എത്താൻ പറ്റുകയുള്ളൂ. അതായത് CAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂ, അതേപോലെ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ്, വാറ്റ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും അവിടെ അഡ്മിഷൻ നൽകുന്നത്. കൂടാതെ വിദ്യാർത്ഥിയുടെ പ്രീവിയസ് ഇയർ അക്കാഡമിക് പെർഫോമൻസും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും അഡ്മിഷൻ നൽകുന്നത്. എന്നാൽ എല്ലാ IIMകളിലും ഒരേപോലെയല്ല സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്, പലതിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ്ലി ഓരോ IIMകളും അവരുടെ സെലക്ഷൻ പ്രൊസീജിയർ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് CATുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ CATനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മലയാളം വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല, വളരെ അപൂർവമായിട്ടാണ് വരുന്നുള്ളൂ. മാത്രമല്ല നീറ്റ്, കീം, JEE തുടങ്ങിയ ധാരാളം എൻട്രൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ CAT എന്ന് പറയുന്ന എല്ലാ ഫീൽഡിലുള്ള സ്റ്റുഡൻസിനും എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടുള്ള മലയാളത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വളരെയധികം അപൂർവമാണ് യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ 2021 CATുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ഒരുപാട് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് CATന്റെ അണ്ടറിൽ വരുന്ന IIMകളെന്നും നോൺ IIMകളെന്നും അതേപോലെ തന്നെ ഓരോന്നിലും ഏതൊക്കെ കോഴ്സുകളാണ് MBA അല്ലാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കൂടാതെ എന്തൊക്കെയാണ് എക്സാമിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എല്ലാവിധ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതടക്കം എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, 2022 MBAക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ വർഷം നവംബറിൽ വരുന്ന CAT അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുകയാണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.